1970-കളുടെ അവസാനം രജനീകാന്ത് അന്ന് 3-4 സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. 16 വയതിനിലെ എന്ന സിനിമ റിലീസായിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ആ സിനിമയിലെ രജനീകാന്തിന്റെ പരട്ടെ എന്ന കഥാപാത്രത്തിലൂടെ തമിഴ്നാട്ടിലെ എല്ലാ ഏരിയയിലും അദ്ദേഹത്തിനൊരു അറ്റൻഷനൊക്കെ കിട്ടി നിൽക്കുന്ന സമയത്താണ് ഈ പ്രൊഡ്യൂസർ നല്ലൊരു റോളുമായിട്ട് വരുന്നത്. റെമ്യൂണറേഷനെ കുറിച്ച് സംസാരിച്ചു. രജനീകാന്ത് 10,000 പറഞ്ഞു. ചെറിയൊരു നെഗോഷിയേഷന് ശേഷം അത് 6,000 രൂപയ്ക്ക് ഉറപ്പിച്ചു. ശേഷം രജനീകാന്ത് ഒരു 1,000 രൂപ അഡ്വാൻസ് ചോദിച്ചു. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, ഞാൻ ഇപ്പോൾ കാശ് കൊണ്ടുവന്നിട്ടില്ല, മറ്റന്നാളെയാണ് ഷൂട്ടിംഗ്, നാളെ ഉറപ്പായിട്ടും അഡ്വാൻസ് എത്തിക്കാം. പക്ഷെ അത് എത്തിക്കാത്തത് കണ്ടപ്പോൾ അദ്ദേഹം ഫോണിൽ വിളിച്ച് ഈ പ്രൊഡ്യൂസറിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റിയില്ല, നാളെ നിങ്ങൾ ഷൂട്ടിങ്ങിന് വരൂ, മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് തന്നിരിക്കും. അങ്ങനെ അടുത്ത ദിവസം രജനീകാന്ത് AVM സ്റ്റുഡിയോയിലെത്തി. പ്രൊഡക്ഷൻ ടീം അദ്ദേഹത്തോട് മേക്കപ്പ് ഇടാൻ ആവശ്യപ്പെട്ടു. രജനീകാന്ത് പറഞ്ഞു, എനിക്ക് അഡ്വാൻസ് കിട്ടിയില്ല, അഡ്വാൻസ് തന്നാൽ ഞാൻ മേക്കപ്പ് ഇടാം. കുറച്ചുകൂടി സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അംബാസഡർ കാറിൽ ആ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ എത്തുന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ രജനീകാന്തിനോട് ദേഷ്യത്തോടെ പറയുകയാണ്, നീ ആരാണ്, വലിയ ആർട്ടിസ്റ്റ് ആണോ? ആകെ 3-4 സിനിമയിലൊക്കെ അല്ല അഭിനയിച്ചിട്ടുള്ളൂ, അഡ്വാൻസ് കിട്ടാതെ നീ മേക്കപ്പ് ഇടില്ലേ? അപ്പൊ രജനീകാന്ത് തിരിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്, അല്ല സർ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അഡ്വാൻസ് തരാന്ന്, വേണ്ട, നിനക്ക് റോളും ഇല്ല ക്യാരക്ടറും ഇല്ല, തിരിച്ചു പോയിക്കോ. അപ്പൊ രജനീകാന്ത് പറഞ്ഞു, ശരി ഞാൻ തിരിച്ചു പോയിക്കോളാം, എനിക്ക് കാറ് തരൂ, ഞാൻ വന്ന കാറിൽ തന്നെ തിരിച്ചു പോയേക്കാം. അപ്പൊ പ്രൊഡ്യൂസർ പറഞ്ഞത്, കാറൊന്നും തരാൻ പറ്റില്ല, കാറിന് നീ വാടക വേറെ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് നടന്ന് തന്നെ പോവാൻ. രജനീകാന്തിന്റെ കയ്യിലാണെങ്കിൽ അന്നപ്പോൾ കാശുമില്ല. അങ്ങനെ വളരെ വിഷമത്തോടെ ദേഷ്യത്തോടെ അദ്ദേഹം വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ആ വഴിയിൽ 16 വയതിനിലെ എന്ന സിനിമയിലെ ഇത് എപ്പടി ഇരിക്കുന്ന ഡയലോഗോടുകൂടി ആ പോസ്റ്റർ റോഡ് സൈഡിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ബസ്സിൽ പോകുന്ന ആൾക്കാർ രജനീകാന്തിനെ കണ്ടപ്പോൾ ഇതെപ്പടി ഇരിക്കുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. രജനീകാന്തിന് മനസ്സിലായില്ല ഇത് സിനിമയിൽ ഡയലോഗ് ക്ലിക്കായിട്ട് ആ ഡയലോഗാണ് ഇവർ പറയുന്നതെന്ന്. അദ്ദേഹം വിചാരിച്ചത് എൻ്റെ ഈ നടന്നു പോക്ക് എപ്പടി ഇരിക്കുന്നതാണ് അവർ ചോദിക്കുന്നതെന്ന്. വേറെ കുറച്ച് ആൾക്കാരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് പരട്ടെ ഇതെപ്പടി ഇരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ്. പക്ഷെ ആ സമയത്തും അദ്ദേഹത്തിന് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ തലയിൽ ഓടിക്കൊണ്ടിരുന്നത് മറ്റൊരു കനവായിരുന്നു. ഇതേ കോടമ്പാക്കം റോഡിലൂടെ ഒരു ഫോറിൻ കാറിൽ കാലിന്മേൽ കാല് വെച്ച് യാത്ര ചെയ്ത് AVM സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഞാൻ രജനീകാന്ത് അല്ല. ആ കനവും കണ്ട് രജനീകാന്ത് നടന്നുപോയി. നാളുകൾ കടന്നുപോയി. 2.5 വർഷങ്ങൾക്ക് ശേഷം അതേ AVM സ്റ്റുഡിയോയുടെ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 4.25 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഇറ്റാലിയൻ മെയ്ഡ് ഫിയറ്റ് കാർ അദ്ദേഹം സ്വന്തമാക്കി. ഒരു ഫോറിൻ കാർ സ്വന്തമാക്കിയപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ആഗ്രഹിച്ചു. ഫോറിൻ കാറിന് ഒരു ഫോറിൻ ഡ്രൈവർ കൂടി വേണം. അങ്ങനെ ഒരു ഫോറിൻ ഡ്രൈവറെ തപ്പി നടന്നു. 10 ദിവസം കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞു. റോബിൻസൺ എന്ന പേരുള്ള 6 അടി പൊക്കമുള്ളൊരു ആംഗ്ലോ ഇന്ത്യൻ ഡ്രൈവർ എത്തി. ആ ഡ്രൈവർക്ക് ഷൂസും ബെൽറ്റും ക്യാപ്പും ഉൾപ്പെടെ ഒരു യൂണിഫോമും. അങ്ങനെ ഒരു ഫോറിൻ ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോറിൻ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കാലിൻ്റെ മേലെ കാല് വെച്ച് രജനീകാന്ത് അതേ AVM സ്റ്റുഡിയോയിലേക്ക് പോയി. അന്ന് തന്നെ അപമാനിച്ച് വിട്ട ആ പ്രൊഡ്യൂസർ എവിടെയാണോ കാറ് പാർക്ക് ചെയ്തിരുന്നത് അവിടെ തന്നെ ഈ കാറും കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഡ്രൈവർ വന്ന് ഡോറ് തുറന്നു കൊടുത്തു. അദ്ദേഹം സിനിമ സ്റ്റൈലിൽ ആ കാറിൽ നിന്ന് ഇറങ്ങിയത് 2 സിഗരറ്റുകൾ ഒരുമിച്ച് കത്തിച്ചു കൊണ്ടുകൂടിയായിരുന്നു. ഈ ഫോറിൻ കാറും ഫോറിൻ ഡ്രൈവറും ഒപ്പം ഈ യൂണിഫോമും ഒക്കെ കണ്ടപ്പോൾ വന്നിരിക്കുന്നത് ഗവർണറാണോ എന്ന് പോലും അവിടെ കൂടിയിരുന്നവർ സംശയിച്ചു എന്ന് ദർബാറിൻ്റെ ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹവും പ്രൂവ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇൻസൾട്ട് തന്നെയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.